സഹിച്ചത്. എനിക്കെല്ലാം സഹിക്കാൻ പറ്റും, പക്ഷെ ഇത് സോറി രവി. വേണ്ട, എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കിവിടെ വെച്ച് പിരിയാം. ഇതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഒരു സ്ത്രീക്കും പൊറുക്കാനാവാത്ത തെറ്റ്. എടാ, ആ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ തെറ്റിനുള്ള ശിക്ഷ ഇത്രയും രൂക്ഷമാകരുത്. ഐ കാൺട്ട് ലിവ് വിത്തൗട്ട് ഹർ. ഇത്രയും സ്നേഹമുള്ള നീ എന്തിനാ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നതാണ് നല്ലത്. നീ വിചാരിക്കുന്ന പോലെ എനിക്ക് അസുഖമില്ലടാ. ദിലീപ്, നീ എങ്ങനെയെങ്കിലും അവളോട് സംസാരിച്ച് ഇതിന്റെ പോകിൽ ബാധിക്കുന്നത് രവിയേക്കാൾ നിങ്ങൾക്കല്ലേ? സോറി ദിലീപ്, ഈ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ് ലീവ് മീ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള അധികാരമോ അർഹതയോ ഇല്ല. എന്നാലും ഒരു സ്ത്രീയുടെ ജീവിതം തകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അയ്യോ, ദിലീപ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഒരു ബന്ധം വേർപെടുത്താൻ വളരെ എളുപ്പമാണ്, ഒന്നു ചേർക്കാനാണ് പ്രയാസം. ഞാൻ ഇറങ്ങട്ടെ. ശരി. അപ്പോ ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് വേറൊന്നുകൂടി പറയാം. നിങ്ങളുടെ ഭാവി ഞാൻ സുരക്ഷിതമാക്കാം. മനസ്സിലായില്ല? ഐ മീൻ, ഞാൻ നിങ്ങളെ മാരേജ് ചെയ്യാം. ഇത് നിങ്ങളോടുള്ള സഹതാപം കൊണ്ട് പെട്ടെന്നെടുത്ത തീരുമാനമല്ല. ജയ എന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഇപ്പോഴും. രവി ഇനിയും ഈ തെറ്റ് ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നോ. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ബൈ. ഒരമ്പു ഒരമ്പു പഴനി മച്ച വണ്ടി വരുത്. ഒരമ്പു ഒരമ്പു പഴനി മച്ച വണ്ടി வருது. எப்படி இருக்கு? ஒரம்பு ஒரம்பு பழனி மச்சா வண்டி வருது. இது எப்படி இருக்கு? ஒரம்பு. என்ன மாமா இது? அடிபட்டு இந்த காடல தள்ளி விடுறியா? தள்ளு மாடல் வண்டி இது, தள்ளி விடுங்க, தள்ளி விடுங்க, தள்ளி தள்ளி விடுங்க. കാര്യം എന്തായി? പുറത്ത്. ഈ വീട്ടിൽ നിന്ന് ആര് പുറത്തു പോണം? ശരി, ഞങ്ങൾ തന്നെ പോയേക്കാം. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നും ഈ വീട്ടിൽ താമസിക്കാനുള്ള അധികാരം നൽകാൻ വേണ്ടിയാണ് എന്റെ കൂടെ പോരാമോ എന്ന് ഞാൻ ചോദിച്ചത്. ജയക്ക് എന്റെ ഭാര്യയാകാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ബട്ട് ജസ്റ്റ് 1 hour. എടി, എനിക്ക് തിരിച്ചടിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, ഞാൻ നിന്നെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു. അല്ല, നിന്റെ ഈ ശരീരത്തെ. ഞാനിതെല്ലാം രവിയോട് പറയാം. പറഞ്ഞോടി. അവനെ കൊണ്ട് ഈ ദിലീപിനെ ഒന്നും ചെയ്യാനാവില്ല. പക്ഷെ ഞാൻ വിചാരിച്ചാൽ നീ റോഡിൽ കിടന്ന് തെണ്ടും. നിനക്ക് ഇനിയും ചിന്തിക്കാൻ സമയം തരാം. എന്നിട്ടും നിന്റെ തീരുമാനം എനിക്ക് അനുകൂലമായില്ലെങ്കിൽ അന്ന് ഈ ദിലീപ് ആരാണെന്ന് നിനക്ക് മനസ്സിലാവും. ഈ കടൽ എത്ര മനോഹരമായിരിക്കുന്നു. സത്യത്തിൽ എനിക്ക് അതിനോട് അസൂയ തോന്നുന്നു. ഒരു നിമിഷം പോലും ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഭാര്യയെ പോലെ. അത് കണ്ടോ, ആ കടൽ ഓരോ നിമിഷവും കരയെ വന്ന് ചുംബിക്കുന്നത് പോലെ. അതുപോലെ നമുക്ക് കഴിയാൻ പറ്റുമോ രാജ്? എന്തുകൊണ്ട് കഴിയില്ല? ഈ കടലും കരയും പോലെ തന്നെ നമ്മൾ എന്നും ഇങ്ങനെ പിരിയാതെ കഴിയും. എന്തോ എനിക്കൊന്നും ഭാഗ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നും പറയരുതെന്ന്. പിന്നെ ഈ ലോകം അവസാനിക്കുമ്പോൾ നമ്മളിങ്ങനെ കഴിയുമോ? കഴിയും. ഇവിടെ സാധിച്ചില്ലെങ്കിൽ അവിടെ നമ്മൾ രണ്ടുപേരെയും പിരിക്കാൻ ആർക്കും കഴിയില്ല. രാജ്,
மாமா இல்லம்மா தோசை பெருசா இருக்கான்னு பார்த்தேன். വള്ളി അമ്മമ്മ എന്താടി ഇവിടെ പാരുങ്ങമ്മ എന്താ ആളെ നിനക്ക് എന്താ ഇവിടെ കാര്യം ഞാൻ ചായ ചായ കുടിച്ചില്ലേ കുടിച്ചു. ആ വള്ളി ടിഫിൻ വേഗം എടുത്തേക്ക് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാം മധ്യാഹ്നം ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം ശരി അവർക്ക് സംശയം വല്ലതും തോന്നിയോ? ആ ചേച്ചിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അധികം മാനേജ് ചെയ്തു. എങ്ങനെ? എനിക്ക് രാജിനെ തീരെ കണ്ടൂടാന്ന് പറഞ്ഞു. അയ്യോ, അത് വേണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലവ് ആണെന്ന് പറയണോ? എന്നാലും